ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. എല്ലാ വീടുകളിലും എപ്പോഴും വാങ്ങുന്ന ഒരു ഐറ്റമാണ് നാരങ്ങ. അച്ചാറിടുന്നതിനും ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനും കോമണായി ഉപയോഗിക്കുന്നു എങ്കിലും ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങാ നീരും തേനും ചേർത്ത് രാവിലെ കുടിക്കുന്നവരും നമുക്കിടയിൽ ധാരാളമുണ്ട്. ഡയറ്റിങ്ങിന് വേണ്ടിയും സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയും നാരങ്ങയുടെ ഉപയോഗം കൂടിയതോടുകൂടി വിപണിയിൽ നാരങ്ങയ്ക്ക് ഇപ്പോൾ വൻ ഡിമാൻഡാണ്. ചെറുനാരകം വീട്ടിൽ നട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുത്താൽ നമ്മുടെ വീട്ടാവശ്യത്തിനും അധികമുള്ളത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് നല്ല വിലയും കിട്ടും. ഇപ്പോൾ 1 കിലോ നാരങ്ങയ്ക്ക് 150 രൂപയോളം വിലയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീട്ടിൽ നാരങ്ങ നടാൻ ഉദ്ദേശിക്കുന്നവർ നമ്മൾ തന്നെ വിത്ത് മുളപ്പിച്ചെടുത്ത തൈകൾ നടാതിരിക്കുന്നതാണ് നല്ലത്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകൾ നഴ്സറികളിൽ നിന്ന് വാങ്ങുവാൻ കിട്ടും. അത്തരം തൈകൾ 3 മാസം മുതൽ കായ്ച്ചു തുടങ്ങും. എൻ്റെ ഈ തൈക്ക് ഏകദേശം 6 മാസം പ്രായമുണ്ട്. വിത്ത് മുളപ്പിച്ചെടുത്ത നാടൻ തൈയാണെങ്കിൽ കുറഞ്ഞത് 6 വർഷമെടുക്കും കായ്ബലം കിട്ടുവാൻ. അവയാണെങ്കിൽ ഹൈബ്രിഡ് തൈകളുടെ അത്രയും വിളവ് നൽകുകയും ഇല്ല. അതുപോലെ തന്നെ നാരങ്ങയുടെ കാറ്റഗറിയിൽപ്പെട്ട സീഡ്ലെസ് ലെമണും ബുഷ് ഓറഞ്ചും നഴ്സറികളിൽ നിന്ന് കിട്ടും. അവയെല്ലാം ധാരാളം കായ്ബലം തരുന്ന ചെടിയാണ്. നാരകം നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നാരക ചെടി നടുവാൻ. മരങ്ങളുടെ ചോലയുണ്ടെങ്കിൽ നാരക ചെടിയിൽ നിന്നും വിളവ് കുറവായിരിക്കും കിട്ടുന്നത്. ഇനി നാരക ചെടി നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 അടി ചുറ്റളവ് കുഴിയെടുത്ത് വേണം അതിൽ നാരകത്തെ നടുവാൻ. ചാണകപ്പൊടിയും എല്ലുപൊടിയും മേൽമണ്ണും കൂടി ഇളക്കിയതിനു ശേഷം കുഴിയിൽ ഫിൽ ചെയ്ത് വേണം നാരകത്തെ നടുവാൻ. മഴ പെയ്താൽ വെള്ളം കെട്ടിക്കിടക്കാത്ത രൂപത്തിൽ വേണം തൈ നടുവാൻ. ജൈവവളം 6 മാസം കൂടുമ്പോൾ ഇട്ടുകൊടുത്താൽ നാരകം വർഷം മുഴുവൻ കായ്ച്ചു കിട്ടും. നാരക ചെടിയുടെ ഏതെങ്കിലും ഭാഗത്ത് കറുത്ത കുത്തുകൾ വരികയാണെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളയണം. പിന്നീട് ആ ഭാഗത്ത് ബോഡോ മിശ്രിതം തേച്ച് കൊടുക്കണം. അതുപോലെ ഏതെങ്കിലും കമ്പുകൾ നാരക ചെടിയിൽ ഉണങ്ങി നിൽക്കുകയാണെങ്കിലും അവയും വെട്ടിമാറ്റണം. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നാരക ചെടിയിലെ പ്രൂണിങ്. നാരങ്ങ പൊട്ടിച്ചെടുത്ത ശേഷം ആ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കളയണം. ഏകദേശം 3 സെൻറ്റിമീറ്റർ തൊട്ട് 4-5 സെൻറ്റിമീറ്റർ വരെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കട്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്നും പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുകയും ആ ബ്രാഞ്ചസ് എല്ലാം കായ്ക്കുകയും ചെയ്യും. പ്രൂൺ ചെയ്തതിന് ശേഷം അല്പം പൊട്ടാസ്യം അടങ്ങിയ രാസവളം കൂടി ഇട്ടുകൊടുത്താൽ നാരക ചെടിക്ക് നല്ല കായ്ഫലം കിട്ടും. സ്യൂഡോമോണസ് ലായനി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നാരക ചെടിയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ മാറിക്കിട്ടും. ഹൈബ്രിഡ് തൈകൾ നമുക്ക് വലിയ ചട്ടിയിലോ ഡ്രമ്മിലോ നട്ട് വളർത്താം. ഇങ്ങനെ ചട്ടിയിൽ വളർത്തുന്ന തൈകൾക്ക് കൂടുതൽ വളം ഒരേ സമയം ചെയ്യാൻ പറ്റാത്തതിനാൽ 2 മാസം കൂടുമ്പോൾ വളം ചെയ്ത് കൊടുത്താൽ മതി. നാരകത്തിന് മഞ്ഞളിപ്പുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എപ്സം സാൾട്ട് കലക്കി നാരക ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി.